നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 7-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ലോകാരൂപിയെ നിരാകരിക്കുന്നതിനായിട്ടുള്ള 12 ദിവസങ്ങളിൽ 7-ാമത്തെ ദിവസം പാപത്തെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എതിർക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയമായിട്ടെടുക്കുക. നമുക്ക് നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് ഈ വിഷയത്തെ ഒന്ന് സ്വീകരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ ഒരു വിഷയം തന്നെയാണ്. അത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ടാണ് ഇതിനെ ഒരു ഒരുക്ക ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ അതിനുവേണ്ടി ഓരോ ദിവസവും പരിശ്രമിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മളുടെ പാപാവസ്ഥയെക്കുറിച്ച് നമ്മളിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു നല്ല കുമ്പസാരം നമ്മളിതിന് ശേഷം നടത്തിയിട്ട് വേണം നമ്മൾ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇതൊരു നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അവസാനം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ പോലും വളരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി മരിയ ഭക്തി വളരുന്നതായിട്ട് കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന ദിവ്യ സക്രാരിക്ക് ചുറ്റും നമ്മൾ ഒത്തിരി പേരിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും ഒത്തിരി കൂട്ടായ്മകളും സഭയിൽ ഒത്തിരി ശക്തിപ്പെടലുകളും സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാതൃഭക്തി വളർന്നു വരുമ്പോൾ തന്നെ പിശാചിന് ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു റൂട്ട് മാറ്റൽ നടത്താൻ പറ്റും. യഥാർത്ഥ മരിയഭക്തിയും യഥാർത്ഥമല്ലാത്ത മരിയഭക്തിയും. യഥാർത്ഥമല്ലാത്ത മരിയഭക്തി പിശാചിൻ്റെ വിജയമാണ്. അവിടെ പരിശുദ്ധ അമ്മയെ നമ്മൾ സമ്മാനങ്ങളുടെ ദേവതയാക്കി ചിത്രീകരിച്ചാൽ അത് പിശാചിൻ്റെ വിജയമാണ്. ഇനി അവൾ കൃപകളുടെ പ്രഭവസ്ഥാനം, അവളിൽ നിന്നാണ് എനിക്കിതെല്ലാം കിട്ടുന്നത് എന്ന് നമ്മൾ ചിത്രീകരിച്ചാൽ അത് പിശാചിൻ്റെ വിജയമാണ്. ഈശോയേക്കാൾ കൂടുതലായി പരിശുദ്ധ അമ്മയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ നമ്മൾ ചിത്രീകരിച്ചാൽ അതും പിശാചിൻ്റെ വിജയമാണ്. പരിശുദ്ധ അമ്മ ഒരു സൃഷ്ടിയായിരിക്കെ തന്നെ അവൾക്ക് അവളുടെ പുത്രൻ വഴി എല്ലാം സാധ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലോ അമ്മ കാൽവരി കയറിയതും മുറിഞ്ഞതും അമ്മയുടെ വ്യാകുല ഹൃദയവും അമ്മയുടെ വിമല ഹൃദയം നമുക്ക് വേണ്ടി തുറന്നു തരുന്നതുമൊക്കെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യരെക്കാൾ നിർഭാഗ്യരാകുമെന്ന് പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യമായി നമ്മുടെ ഒരു ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഈ 12 ദിവസങ്ങളെ നമുക്ക് ഗൗരവമായിട്ടെടുക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ കൂടുതൽ വരും ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ നിങ്ങളോട് പ്രത്യേകമായൊന്ന് പറഞ്ഞു എന്ന് മാത്രം. കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ മറ്റൊരു ആശയത്തോടു കൂടിയും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചാൽ ഒരുപക്ഷെ നമ്മൾ വീണ്ടും ഈ ഭൗതികമായ കാര്യങ്ങളിൽ തന്നെ നമ്മൾ കിടക്കും. അതുകൊണ്ട് പാപത്തെ തുടക്കത്തിൽ തന്നെ എതിർക്കണം എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇന്ന് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് നമ്മളോട് ശുപാർശ ചെയ്യുക ക്രിസ്ത്യാനുകരണത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം വിചിന്തന വിഷയമാക്കണമെന്നാണ്. അതിനകത്തെ ഒരു പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: പുറമേ അവർ ഏറെ സഹനങ്ങളിലൂടെ കടന്നുപോയി, പക്ഷേ ഉള്ളിൽ ദൈവകൃപയാലും സമാശ്വാസത്താലും അവർ നിറഞ്ഞിരുന്നു. ലോകത്തിൽ അവർ അന്യരെ പോലെ ആയിരുന്നു. അവരൊന്നുമല്ലെന്ന് തോന്നിയതിനാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്നാൽ ദൈവത്തിനു മുമ്പിൽ അവർ അമൂല്യരും പ്രിയപ്പെട്ടവരുമായിരുന്നു. ശുദ്ധമായ എളിമയോടെ അവർ നിലനിന്നു. ലളിതമായ അനുസരണത്തിൽ അവർ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, അനുസരണവും എളിമയും സ്വർഗത്തിൻ്റെ പദ്ധതികൾക്ക് വഴങ്ങിക്കൊടുക്കലും ഏറെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിന് അനുരൂപപ്പെട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ പാപം ഏതാണ് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ വരും. ഇത് ഞാൻ വെറുതെ നിസ്സാരമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഇച്ചിരി കഠിനമാണ്.
പറയാൻ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിൽ പോലും, കാരണം അത്തരത്തിലുള്ള കാര്യത്തിലൂടെ പലരും കടന്നു പോകുന്നുണ്ടാകും. നിങ്ങളെ വേദനിപ്പിക്കാനല്ല, ഈശോ നിങ്ങളോട് ക്ഷമിക്കും, ദൈവം കാരുണ്യവാനാണ്. പക്ഷേ യഥാർത്ഥ അനുതാപം ഉണ്ടാകണമെന്ന് മാത്രം. ഉദാഹരണമായി, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന പ്രവൃത്തി ഉദരത്തിൽ വെച്ച് തന്നെ, അതിന് ഒരു വ്യക്തിയെ അതിലേക്ക് നയിക്കുന്നതിന് നിതാന്തമായ വിഷയം എന്തു തന്നെയാണെങ്കിലും, എന്ത് കാരണത്താലാണെങ്കിലും, ഒരു വ്യക്തി അതിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ബലം നൽകുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇതിന് കൂട്ടുനിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾ തീർച്ചയായും കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. ചിലർ സുഹൃത്ത് ബന്ധങ്ങളിൽപ്പെട്ടവരായിരിക്കാം, ചില ബന്ധുക്കളായിരിക്കാം. ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു വൈകല്യത്തോടെ ജനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കുഞ്ഞല്ല, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാണെങ്കിലും, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും വേദന തരുന്നുവെന്നുള്ളത് കൊണ്ട് നമ്മൾ അവരെ ഇല്ലാതാക്കുമോ? അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിന് നമ്മളിങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുക്കുക, അല്ലെ അത് കുഴപ്പമില്ല, ഇപ്പം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു കുറവുള്ള കുഞ്ഞിനെ നമുക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഉപദേശിച്ചു കൊടുത്തവർ അതിനൊരു ഗൗരവം കാണുന്നില്ലെന്നുള്ള. അവർക്ക് അതിനകത്ത് ഞങ്ങളല്ലല്ലോ, അവരല്ല, ഞങ്ങൾ എന്തിനാ അതിനകത്ത് ഉത്തരവാദിത്വം ഇരിക്കുന്നത്? ഉത്തരവാദിത്വം ഉണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം ഇതിൻ്റെ തുടക്കം, പാപത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഗൗരവമുണ്ട്. അതായത് പാപത്തിൻ്റെ നാൾ വഴികൾ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഹൗവ ചെയ്ത തെറ്റ് ആ പഴം പറിച്ചതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഹൗവ ചെയ്ത തെറ്റ് പിശാചിനോട് സംസാരത്തിൽ ഏർപ്പെട്ടതാ. അവൻ ചതിയനാണെന്നും നുണയനാണെന്നും അവൻ ദൈവമല്ല എന്നും അറിഞ്ഞിട്ടും എന്തോ ഒരു സൗഹൃദ സംഭാഷണത്തിന് പോയത്. പറഞ്ഞതെല്ലാം നിന്ന് കേട്ട്, കണ്ടപ്പോൾ ശരിയാണെന്ന് തോന്നി, തൊട്ടു, അവസാനം പറിച്ചു, കൂട്ടുകാരനും കൊടുത്തു. അതിനൊരു ഒരു ഒരു പ്രോസസ്സുണ്ട്. പാപം ഒരു കൊലപാതകം പോലും ആണെങ്കിലും പ്രിയപ്പെട്ടവരെ, എത്ര തവണ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെറുപ്പോടെ ആ പാപം ചെയ്തു കഴിഞ്ഞു. മറ്റു തരത്തിലുള്ള ഏത് പാപങ്ങളാണെങ്കിലും ഹൃദയത്തിൽ ആ പാപത്തിനുള്ള ഒരു ഒരു ഒരുക്കം, അല്ലെങ്കിൽ അതിനു വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമാണ് ആ തിന്മ സംഭവിക്കുക. അതിനുവേണ്ടിയുള്ളൊരു ആഗ്രഹത്തെ താലോലിച്ച്. അപ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 21:2 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക, അടുത്ത് ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. ഉൽപ്പത്തി നടന്ന സംഭവം. ജീവൻ അപഹരിച്ചു, ആത്മാവിന് മരണം സംഭവിച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തള്ളപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ ഒരു ജാഗ്രത വേണം. നമുക്ക് ഒരുപാട് സംരക്ഷണ വലയത്തിൽ നമ്മളായിരിക്കണം. പരിശുദ്ധ ജപമാല, ആറ്റം ബോംബിനേക്കാൾ ശക്തിയുള്ള പരിശുദ്ധ ജപമാല നമ്മുടെ കയ്യിലുണ്ടാകണം. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നിടത്ത് പിശാചിന് നമ്മളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. കാരണം അവന് പിശാച് ഒരിക്കലും മാതാവിൻ്റെ പേര് പോലും പറയല. അവൻ ശക്തിശാലിയായ സ്ത്രീ അങ്ങനെയൊക്കെയാണ് പറയുക. പരിശുദ്ധ അമ്മയുടെ എഫേസോസ് എന്നുള്ള പേര് പോലും അവന് കേൾക്കാൻ പേടിയാ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം അവന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അമ്മ അതുപോലെ അവൻ്റെ തല തകർക്കാൻ നിയോഗിക്കപ്പെട്ടവളാണ് എന്നും അത്രമാത്രം നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ. ഈ ക്രിസ്ത്യാനികരണത്തിൽ എളിമയോടുകൂടി അനുസരണത്തോടുകൂടി നമ്മൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്നും ആയെന്ന് വരികയില്ല, ലോകം നമ്മളെ മതിച്ചെന്ന് വരികയില്ല, നമുക്ക് സ്ഥാനം തന്നു വരികയില്ല. പക്ഷേ ആ ഒരു എളിമയോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ ദുഷ്ടന് നമ്മുടെ മേലെ ആധിപത്യം ഇല്ലാതെ വരും. പ്രിയപ്പെട്ടവരെ, 1 യാക്കോബിൻ്റെ 15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഒരു ഗർഭധാരണവും ഒരു പ്രസവിക്കലും ഒക്കെ എ ലോങ് പ്രോസസ്. പെട്ടെന്നാണോ? അല്ല. അപ്പോൾ നമ്മൾ ദുർമോഹം ഇത് മനസ്സിലേക്ക് വരുമ്പോൾ പാടില്ലാത്തതാണ്, നമുക്ക് വേണ്ടാത്തതാണ്, അത് നന്മയല്ല, അതറിയാം. എന്നാൽ പോലും ഈ മനസ്സിലേക്ക് നമ്മൾ അതിനെ ചിന്തയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് താലോലിച്ച് ഈ തുടക്കത്തിൽ തന്നെ മനസ്സിൽ വീഴും. അതിനുശേഷം നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഈ പാപത്തിൻ്റെ പ്രേരണ വെച്ച് പിശാച് കീഴ്പ്പെടുത്തും. അതായത്
പ്രലോഭനം എന്ന് പറയുന്നത്, പിശാച് പ്രലോഭകനാണ്. ഈ പ്രലോഭനത്തിൽ നമ്മൾ വീണതിന് ശേഷമാണ് പാപത്തിലേക്ക് നമ്മൾ പോവുക. ഇതിന് പല ഘട്ടങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ പ്രലോഭനത്തെ നമ്മൾ ശരിയായി മനസ്സിലാക്കണം. അതായത് ഉത്ഭവ പാപത്തിൻ്റെ ഫലമായി അവനവനിൽ പാപത്തിൻ്റെ ചായ്വുണ്ട്. വിശുദ്ധ അൽഫോൺസാമ എല്ലാ ദിവസവും വൈകുന്നേരവും, ദൈവമേ, സ്വാഭാവിക ചാച്ചിൽ, ഈ പാപത്തിൻ്റെ ചാച്ചിലിനെ പറയുന്നത്, ഞാൻ വീണുപോയോ, പ്രത്യേക വിചിന്തന വിഷയമായിരുന്നു. ഇരുന്ന് ചിന്തിക്കും. എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യും, പ്രായശ്ചിത്തം ചെയ്യും, പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു പരിത്യാഗ പ്രായശ്ചിത്തത്തിൻ്റെ ഒരു അരൂപി പിശാചിന് ഒരിക്കലും സഹിക്കാൻ മേലാത്ത സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കുറ്റം പറ്റി, അല്ലെങ്കിൽ നമ്മളൊരു വാക്കുകൊണ്ട് മുറിപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മളൊരു വലിയ ഒരു ആസക്തിയുടെ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് സുബോധം വരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ വൈകുന്നേരത്ത് വേറൊരു സമയത്ത് നമ്മൾ പ്രത്യേകമായൊരു വിചിന്തനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് റൈറ്റ്. നമ്മളതിന് പരിഹാരം ചെയ്യണം. ചെറിയൊരു ഉപവാസമായിരിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു സാധനം നമ്മൾ വേണ്ടെന്ന് വെക്കുന്നതായിരിക്കാം, നമ്മൾ മുട്ടുമ നിന്ന് ജപമാല ചൊല്ലുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു ചെറു ത്യാഗമായിരിക്കാം. അത് പിശാചിനെ വേദനിപ്പിക്കും. എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു കാര്യമാണ്, പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് പിശാചിന് ഇത്രയും അവനെ അടിച്ച് തറപറ്റിക്കുന്ന വേറൊരു കാര്യമില്ല. കാരണം നമ്മുടെ പ്രലോഭനങ്ങൾ ആരംഭിക്കുന്നത് പ്രഭാതത്തിൽ തന്നെയാണ്. ഉണർന്ന് പള്ളിയിൽ പോകുന്ന തൊട്ട്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന തൊട്ട്, അവിടെ തന്നെ നമുക്കുണ്ടാകുന്നൊരു പ്രലോഭനമുണ്ട്. അവിടെ കിടക്ക്, ക്ഷീണമല്ലേ, വൈകുന്നേരം പോവാം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ പോകണ്ട, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ അവർ കിടക്കണം, അവരെ വിളിക്കണ്ട. കാലത്തെ നമ്മൾ ആ കൃത്യസമയത്ത് അഗ്നിയിൽ ഉരുകാതത്ത് അരുണോദയത്തിൽ ഉരുകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാപത്തിൻ്റെ ചാച്ചിലുകളും കാര്യങ്ങളും ഒക്കെ ഈ ഉരുകി ഒലിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ പ്രഭാതത്തിലെ പ്രാർത്ഥന. അവിടെ വെച്ച് തന്നെ നമ്മൾ അവനെ കീഴ്പ്പെടുത്തണം. ഈ ഭക്ത ജീവിത പ്രവേശികയുടെ 4-ാം ഭാഗത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ ഈ ഒരു വിഷയമാണ് കൃത്യമായി കൈകാര്യം ചെയ്തിരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ. അതായത് ഒരു 3 പടികളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 പ്രലോഭനം, 2 സന്തോഷം, 3 സമ്മതം. അതായത് പാപത്തിലേക്കുള്ളൊരു പ്രലോഭനം നീണ്ടു നിന്നെന്ന് വന്നേക്കാം എന്ന് വരികിലും അതിൽ നമ്മൾ സന്തോഷിക്കുകയോ കീഴ്വഴങ്ങുകയോ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിനത് അപ്രീതികരമല്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധർ, ഇപ്പം സിയനായിലെ വിശുദ്ധ കാതറിൻ, ഈശോ സംസാരിക്കുന്ന വിശുദ്ധയാണ്. വിശുദ്ധയുടെ ഹൃദയത്തിലേക്ക് ഒരു പാപാവസ്ഥ കടന്നു വന്നു. ഈ വിശുദ്ധ ശരിക്കും പറഞ്ഞാൽ ഒരു പാപത്തിലേക്ക് വീണതുപോലെയുള്ള ഒരവസ്ഥയായി. അപ്പോൾ ഈ വലിയ നീണ്ട സമയത്തൂടെ ഈ പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ഈശോ സംസാരിക്കുമ്പോൾ വിശുദ്ധ ഈശോയോട് ചോദിക്കുകയാണ്, ഞാൻ ഈ പാപാവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ നീ എവിടെയായിരുന്നു? ഈശോ പറഞ്ഞു, ഞാൻ നിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രമാത്രം ദുഷിച്ച വികാരങ്ങൾ കടന്നു പോകുന്ന ഹൃദയത്തിൽ നീ ഉണ്ടാകുമോ? അപ്പോൾ ഈശോ ചോദിച്ചു, മകളെ, നീ ഈ പാപകരമായ ചിന്തകളിലൂടെയും അവസ്ഥകളിലൂടെയും കടന്നു പോയപ്പോൾ നിനക്ക് എന്താ അനുഭവപ്പെട്ടത്? എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വല്ലാത്ത കയ്പ് തോന്നി. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വല്ലാത്ത നീറ്റലും വേദനയും തോന്നി. എനിക്ക് സർവ്വം നഷ്ടപ്പെട്ടെന്ന് തോന്നി. ഞാൻ ഒറ്റപ്പെട്ടെന്ന് തോന്നി. ഈശോ പറഞ്ഞു, മകളെ, ഞാൻ നിൻ്റെ ഹൃദയത്തിൽ സന്നിഹിതനായതുകൊണ്ടാണ് നിനക്കങ്ങനെ തോന്നിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഓണർഷിപ്പ് നമ്മൾ ഈശോയ്ക്ക് കൊടുക്കണം. പരിശുദ്ധ അമ്മ നമ്മളെ ഏറ്റെടുത്ത് പുത്രന് സമർപ്പിക്കും. നമ്മുടെ സമർപ്പണത്തെ ഏറ്റവും പൂർണ്ണമാക്കാൻ അമ്മയുടെ മാധ്യസ്ഥം നമ്മളെ സഹായിക്കും. ചില അവസരത്തിൽ പ്രലോഭനജന്യമായ സന്തോഷം അവയെക്കുറിച്ച് ബോധവാന്മാരാകുന്നതിന് മുൻപേ വളരെ വേഗത്തിൽ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഇത് ഏറ്റവും കൂടിയാൽ വളരെ ലഘുവായ പാപമാകാൻ ഇടയുള്ളൂ. എന്നാൽ പ്രലോഭനത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷം ഒരുവൻ അറിവോടും സമ്മതത്തോടും കൂടി അനുഭവിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ ആ വിഷയം ഗുരുതരമാണെങ്കിൽ ആ തീരുമാനം മാരകപാപമാണ്. ഭക്തജീവിത പ്രവേശിക 4-ാം അധ്യായത്തിൻ 5-ാം അധ്യായം 4-ാം ഭാഗത്തിൻ്റെ 5-ാം അധ്യായം. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചിന്തയായിട്ട് കടന്നു വരുമ്പോൾ നമ്മളതിനെ ബോധപൂർവം താലോലിക്കാൻ തീരുമാനിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയവിചാരങ്ങളിൽ നമുക്കൊരു കൺട്രോളും ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല.
ഇതിങ്ങനെ കടന്നു വരുമ്പോൾ അതിനകത്തോടെ കടന്നു വരുന്ന ഒരു സുഖം. അതിനുശേഷം നമ്മളിങ്ങനെ വെറുതെ ഈ ഷോപ്പിങ്ങിന് പോകുന്നത്, ഇത് ജഡികമായ കാര്യം മാത്രമായിട്ട് ചിന്തിക്കരുത്. ഇങ്ങനെ കണ്ണിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, വെറുതെ പോയി നോക്കി ഇങ്ങനെ തെരഞ്ഞ് തെരുവിലൂടെ നടക്കുക. ഇതൊക്കെ നമ്മളെ പാപത്തിലേക്ക് നയിക്കും. പ്രഭാഷകന്റെ പുസ്തകം 21:2 സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക, അടുത്തു ചെന്നാൽ അത് കടിക്കും. ഹൃദയത്തിൽ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മളത് ഉപേക്ഷിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തോ ഇനി പരിചയം ഉള്ളിടത്ത് തന്നെ എന്ന് വെച്ചോ, ഇതിലൂടെ ഒരു പാമ്പ് ഇങ്ങനെ പോകുന്ന കണ്ടായിരുന്നു കേട്ടോ, സൂക്ഷിച്ചോളൂ. അല്ലെങ്കിൽ ഇന്ന് പാമ്പിൻ്റെ മുട്ട കണ്ടു, പാമ്പിൻ്റെ പുറത്തെ ഇങ്ങനെ പാമ്പും പടം നമ്മൾ പറയില്ലേ, അത് കിടക്കുന്നു, ലക്ഷണങ്ങളുണ്ട്, അതിലേ പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളൂ. അല്ലെ അതിലേ പോകണ്ട. പിള്ളേരെ നമ്മൾ വിടുവോ? നമ്മുടെ വീടിൻ്റെ ഒരു സ്ഥലത്ത് നമ്മൾ നല്ലൊരു കരിമൂർക്കനെ ഇന്നലെ കണ്ടു. ആ സ്ഥലത്തൂടെ നമ്മുടെ കൊച്ചുങ്ങൾ ഇറങ്ങി നടക്കാൻ നമ്മൾ സമ്മതിക്കുമോ? ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഇനിയിപ്പോൾ അത് അവിടെ ഉണ്ടോ, അവിടെ നിൽക്കുന്നുണ്ടോ, ഒരു ഓവർ കോൺഫിഡൻസ് വേണ്ട. ഞാൻ ഭയങ്കര ശക്തിശാലിയാണ്. അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മൾ എളിമയോടുകൂടി ആയിരിക്കണം. പ്രഭാഷകൻ 37:16 ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാം ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ, ചിന്തയിൽ, വികാരത്തിൽ തീരുമാനം ഉണ്ടാകണം. ആ വഴിയല്ല, അതിലേ പോകണ്ട. ഇനിയിപ്പം നമ്മൾ പലർക്കും തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി എളുപ്പമാണ്. നന്മയുടെ രൂപത്തിലൊക്കെ ഇങ്ങനെ പാപം കടന്നു വരും. അതിനകത്തിപ്പോൾ എന്താ തെറ്റ്? നല്ല ബന്ധമാണെന്നൊക്കെ പറഞ്ഞങ്ങ് ചിത്രീകരിക്കും. തെറ്റായ ബന്ധമായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് തുടക്കത്തിലേ പല കാര്യങ്ങളിൽ നിന്ന് ഊരാൻ പറ്റത്തുള്ളൂ, പിന്നെ ഊരാക്കുടുക്കുകളാണ്. നമ്മൾക്ക് ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ കെണിയുണ്ട്, കുഴിയുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒരു അറിയിപ്പ് കിട്ടിയാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ചില കാര്യങ്ങളിൽ നിന്ന് പിന്നെ നമുക്ക് ഊരാക്കുടുക്കുകളാണ്, രക്ഷയില്ല പിന്നെ. അപ്പോൾ ഇതിനു മുൻപ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പഴയ പാപങ്ങളുടെ ഓർമ്മകൾ നമ്മൾ തള്ളിക്കളയണം. പലർക്കും ഉള്ള പ്രശ്നം, പണ്ടത്തെ ബന്ധങ്ങളുടെ ഓർമ്മകൾ കയറി വരുന്നു, എന്നിട്ട് അത് താലോലിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ അന്വേഷിച്ചു പോകുന്നു, ചില വ്യക്തികളെ അന്വേഷിച്ചു പോകുന്നു. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. ഓവർ കോൺഫിഡൻസ് വേണ്ട. നമ്മുടെ പത്രോസ്, മത്തായിയുടെ സുവിശേഷം 21:31-35 വരെ നമ്മൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിച്ച് പറയുകയില്ല. പത്രോസിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് നോക്കിക്കേ. പക്ഷേ പത്രോസ് വീണുപോയി. അതുപോലെ എനിക്കൊന്നും സംഭവിക്കുകയില്ല, എനിക്ക് ഭയങ്കര മൊറാലിറ്റി ഉള്ള ആളാണ്, ഞാൻ ഭയങ്കര നിലപാടുള്ള ആളാണ്, എനിക്ക് ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലത്തിൽ എനിക്ക് ഒരു ബാക്കപ്പ് ഉണ്ട്. ഓവർ കോൺഫിഡൻസ് വേണ്ട, നമുക്ക് എളിമപ്പെടാം. അതായത് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം. ഹെബ്രായർ 12:15 നമ്മൾ വായിക്കുന്നത് പോലെ ഒന്നും വേര് വളരാതിരിക്കുവാൻ തുടക്കത്തിലേ നമുക്ക് ശ്രദ്ധിക്കാം. ഹൃദയം യേശുവിനോട് സദാ നിറച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ തന്നെ എപ്പോഴും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, ചിന്തയിലാണ് ഈ പാപത്തിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. യഥാർത്ഥ മരിയഭക്തി 175 ഖണ്ഡികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് നമ്മളോട് സംസാരിക്കുന്നു. ക്രിസ്തുനാഥനെയും ദിവ്യജനനിയെയും കഠിനമായി ദ്രോഹിക്കുന്ന ചാവുദോഷങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ലെന്ന് ഹൃദയപൂർവം ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഹൗവായുടെ അവിശ്വസ്തത മൂലമുണ്ടായ നഷ്ടങ്ങൾ തൻ്റെ വിശ്വസ്തത കൊണ്ട് പരിഹരിച്ച ഏറ്റവും വിശ്വാസയോഗ്യയായ കന്യകയാണ് പരിശുദ്ധ മറിയം. അവൾ തൻ്റെ ഭക്തർക്ക് ദൈവത്തോടുള്ള വിശ്വസ്തതയും പുണ്യസ്ഥിരതയും സമ്പാദിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്നു വരുന്ന ആരാധനയിലും ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന പ്രതിഷ്ഠയുടെ ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയിലുമെല്ലാം നമുക്ക് സജീവമായി സംബന്ധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുമ്പോൾ വലിയ കൃപയാൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു പ്രാർത്ഥനകളിൽ നമുക്ക് സജീവമായി സംബന്ധിക്കുകയും ചെയ്യാം. ഹൃദയമുള്ളമ്മേ, നിന്നോട് ഹൃദയ
പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ. ഏഴുമാത്മാവിൽ നാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. ഓ മറിയത്തിൽ വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയമില്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും
അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ.
അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. പൂർണ്ണ മനസ്സോടെ ആരാധിക്കാം കർത്താവിനെ. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം ശ്രീ യേശു ക്രിസ്തുവിനെ. പൂർണ്ണ മനസ്സോടെ ആരാധിക്കാം കർത്താവിനെ. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം ശ്രീ യേശു ക്രിസ്തുവിനെ. പൂർണ്ണ ആത്മാവോടെ ആരാധിക്കാം, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാം. പൂർണ്ണാത്മാവോടെ ആരാധിക്കാം, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ഒന്നായി ചേർന്ന് ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ഒന്നായി ചേർന്ന് ആരാധിക്കാം. മാലാഖമാരൊപ്പം ആരാധിക്കാം. ആരാധന ആരാധന. വിശുദ്ധരോടൊപ്പം ആരാധിക്കാം. ആരാധന ആരാധന. മാലാഖമാരൊപ്പം ആരാധിക്കാം. ആരാധന ആരാധന. വിശുദ്ധരോടൊപ്പം ആരാധിക്കാം. ആരാധന ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. സർവത്തിൻ്റെയും സർവമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയമാണ്. അമ്മയുടെ വിമല ഹൃദയം വഴി ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ അടുത്ത് നിൽക്കുന്ന സമയം. നമുക്ക് ഈശോയെ സ്നേഹപൂർവ്വം ആരാധിക്കാം. ദാനിയേൽ അന്ന് സിംഹക്കുഴിയിൽ ആരാധിച്ചു വണങ്ങിയപ്പോൾ തീച്ചുളയ്ക്കുള്ളിൽ 3 യുവാക്കൾ ആരാധിച്ചു നിന്നതുപോലെ. ദാനിയേൽ അന്ന് സിംഹക്കുഴിയിൽ ആരാധിച്ചു വണങ്ങിയപ്പോൾ തീച്ചുളയ്ക്കുള്ളിൽ 3 യുവാക്കൾ ആരാധിച്ചു നിന്നതുപോലെ. സഹനത്തീച്ചുളയിൽ നിന്ന് യേശുവിനെ നമുക്ക് ആരാധിക്കാം. കണ്ണീരിൻ ഘോരഗർത്തത്തിൽ നിന്ന് യേശുവിനെ നമുക്ക് ആരാധിക്കാം. സഹനത്തീച്ചുളയിൽ നിന്ന് യേശുവിനെ നമുക്ക് ആരാധിക്കാം. കണ്ണീരിൻ ഘോരഗർത്തത്തിൽ നിന്ന് യേശുവിനെ നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊപ്പം ആരാധിക്കാം. ആരാധന ആരാധന. ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, വിശുദ്ധരോടൊപ്പം ആരാധിക്കാം. ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. മാലാഖമാരൊപ്പം ആരാധിക്കാം.
സ്വർഗത്തോട് ചേർന്ന് അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ദൈവമേ. വിശുദ്ധരോടൊപ്പം ആരാധിക്കാം. ഈശോ, ആരാധന ആരാധന ആരാധന. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തോട് ചേർന്ന പരിശുദ്ധ അമ്മയോടും സകല സൃഷ്ട വസ്തുക്കളോടും പ്രപഞ്ചത്തോടും ചേർന്ന് കർത്താവേ അങ്ങയെ ആരാധിക്കുന്ന ദൈവമേ. ഈശോ, ദൈവത്തിനാരാധന, ത്രിയേക ദൈവത്തിനാരാധന. പിതാവാം ദൈവത്തിന് ആരാധന. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒക്കെ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്നു. സർവ്വ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവേ, സ്വർഗത്തിന്റെ രാജാവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ രാജാവേ, ഞങ്ങളുടെ സൃഷ്ടാവേ, ഞങ്ങളുടെ രക്ഷക, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളെ ഏറ്റെടുക്കണമേ കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. യേശുവേ, ആരാധന 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 ആരാധന. യേശുവേ, ആരാധന 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 നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം 1:15 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തെ തുടക്കത്തിൽ തന്നെ എങ്ങനെ എതിർക്കണമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു ഗർഭധാരണം പോലെ ഇങ്ങനെ നമുക്ക് വലിയ നാശമുണ്ടാക്കുന്ന തരത്തിൽ മരണത്തെ ജനിപ്പിക്കുന്ന പാപത്തിൻ്റെ ഉത്ഭവം തന്നെ നമ്മൾ തടയണമെന്നാണ് സ്വർഗം നമ്മളോട് ആവശ്യപ്പെടുക. പ്രിയപ്പെട്ടവരെ, ജന്മപാപമില്ലാതെ, ഉത്ഭവപാപമില്ലാതെ, അമലോത്ഭവയായി ഈ ഭൂമിയിലേക്ക് വന്ന അമ്മ മാതാവിൻ്റെ വിമല ഹൃദയമാണ് അമ്മ നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ എല്ലാ കൃപകളും അമ്മ നമ്മൾക്ക് പങ്കുവെച്ച് തരുവാനായി അമ്മ ആഗ്രഹിക്കുകയാണ്. അതുവഴി നമ്മൾ ദൈവത്തിന് പ്രിയരായി തീരും, ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി നമ്മൾ തീരും. കാരണം പാപത്തിൻ്റെ കറയും പാപത്തിനോടുള്ള അമിതമായ താല്പര്യവും രക്ഷപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള കുരുക്കുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരമ്മ നമ്മുടെ കരം പിടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. പ്രഭാഷകൻ 21:2 നമ്മൾ വായിക്കുന്നു. പൊന്നു തമ്പുരാനെ, ഞങ്ങൾ യാചിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ശക്തി തരണമേ, ഞങ്ങൾക്ക് വലിയ ജ്ഞാനം തരണമേ, അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് തരണമേ. പല മനുഷ്യരും പാപത്തിൻ്റെ കെണിയിൽ പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ സങ്കടം ഇങ്ങനെയാണ്: പറ്റുന്നില്ല. തുടക്കത്തിൽ തന്നെ വേണ്ടെന്ന് വയ്ക്കണം. ഒരു ചിന്തയോട് മറ്റൊരു ചിന്ത കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കണം. എൻ്റെ മനസ്സിലൂടെ ഇപ്പം കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ ഹൃദയത്തെയും അമ്മയുടെ വിമല ഹൃദയത്തെയും യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തെയും വേദനിപ്പിക്കുമോ? ഇത് നമുക്കൊരു വിഷയമായിരിക്കണം. നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ചിന്തകൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലാണ് പാപം ഇങ്ങനെ വളരുക. നമുക്ക് നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പുത്രൻ്റെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ഹൃദയരക്തം. വാഴ്ത്തപ്പെട്ട തോമസ് മരിയ ഫുസ്കോ ഇങ്ങനെ പറയും: ഈശോയുടെ രക്തം
അവൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാഭിഷേകം. പ്രിയപ്പെട്ടവരെ, പിശാച് ഏറെ ഭയപ്പെടുന്ന ഈ കാര്യം ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. കോൺസെൻട്രേറ്റഡ് ലവ് ഓഫ് ഗോഡ്. അതാണ് കർത്താവിൻ്റെ തിരുരക്തം. കാച്ചിക്കുറുക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തുള്ളികളാണ് അവിടുത്തെ തിരുരക്തം. അവിടുന്ന് പാടുപീഡകളേറ്റതും മുറിഞ്ഞതും തകർന്നതും കാൽവരി കയറിയതും നമുക്കായി അവൻ്റെ ശരീരം പകുത്തു തന്നതുമൊക്കെ അവിടുത്തെ സ്നേഹം തന്നെയാണ്. നമുക്ക് അവിടുത്തെ സ്നേഹത്തിൻ്റെ പാത്രങ്ങളാകാം. പ്രത്യേകമായി ഈ സമർപ്പണം പൂർത്തിയാകുന്നതിന് വേണ്ടി കാൽവരിയിലെ സമർപ്പണം നമുക്ക് മനസ്സിൽ കാണാം. നമ്മുടെ ആദ്യത്തെ ചുവടുകൾ തന്നെ നമുക്ക് തെറ്റിയാൽ പിന്നെ രക്ഷയില്ല. ഓരോ ചുവടുകളും നമുക്ക് ശ്രദ്ധാപൂർവം വയ്ക്കാം. പ്രലോഭനങ്ങൾക്കുള്ള പ്രതിവിധികൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഈശോ കുരിശ കിടക്കുന്ന ഒരു ഓർമ്മ വേണം. ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ തമ്പുരാനോടാണോ ചെയ്യുന്നതെന്നുള്ളൊരു ഓർമ്മ വേണം. ഞാൻ എൻ്റെ ദൈവത്തെയാണ് വേദനിപ്പിക്കുന്നതെന്നുള്ളൊരു ഓർമ്മ വേണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥമായ അനുതാപവും, കുരിശിൻ്റെ വഴികളിൽ നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. കുരിശിൻ്റെ മുദ്ര, അവിടുന്ന് ഏറ്റ പാടുപീഡകളുടെ മുദ്ര നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ദൈവ സാന്നിധ്യ സ്മരണ, അവിടുന്ന് നമ്മൾക്ക് വേണ്ടി ചൊരിയുന്ന സ്നേഹത്തിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് പിശാചിനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. നമുക്കെപ്പോഴും ഒരു ജാഗ്രതയുണ്ടാകും. വാഴ്ത്തപ്പെട്ട ആൻ കാതറിനെ മുറിച്ച് കണ്ട ദിവ്യദർശനത്തിൽ കുരിശിൽ നിന്ന് ഈശോയുടെ തിരുശരീരം ഇറക്കിയത് ഒരു ജീവനുള്ള ശരീരം ഇറക്കിയതുപോലെയാണ്. അത് കൈകാര്യം ചെയ്തവരാരും പരസ്പരം അനാവശ്യമായി സംസാരിച്ചില്ല. ഏറെ ജാഗ്രതയോടെ ഒരു മുറിവേറ്റ ജീവനുള്ള ശരീരത്തെ പരിപാലിക്കുന്നത് പോലെ അവർ പരിപാലിച്ചു. അമ്മ മാതാവിൻ്റെ മടിത്തട്ടിലേക്ക് പുത്രൻ്റെ ശരീരം എടുത്തു വെച്ചു. അമ്മ ശരീരത്തിലൂടെ അമ്മയുടെ നീർപ്പഞ്ഞി മുക്കി അമ്മയുടെ വിരലുകൾ കൊണ്ട് അമ്മ ആ മുറിവ് ഓരോന്നും തലോടി. നമ്മളുടെ പാപങ്ങൾ ഏൽപ്പിച്ച മുറിവുകൾ, അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറിൽ കടന്നുപോയ നിന്ദാപമാനങ്ങളും വേദനകളും പീഡനങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഓരോ മുറിവുകളും അമ്മ ശുചിയാക്കി. അവൻ്റെ കണ്ണിൽ രക്തക്കറ അമ്മ തുടച്ചു. അവൻ്റെ പല്ലിലെ രക്തക്കറ അമ്മ തുടച്ചു. പുത്രൻ്റെ ചെവിയിലെ രക്തകട്ട പിടിച്ചത് അമ്മ തുടച്ചു. നെറ്റിത്തടം തുടച്ച് വൃത്തിയാക്കി. അവൻ്റെ തലമുടിയിലെ രക്തക്കറ കഴുകി. അപ്പോൾ വാഴ്ത്തപ്പെട്ട ആൻ കാതറിനെ മുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് അമ്മ ബോധരഹിതയാകാത്തത്? അപ്പോൾ സ്വർഗം ഇങ്ങനെ പറഞ്ഞു, ആൻ കാതറിൻ, ഇപ്പോൾ സ്വർഗം എന്താണോ അനുഭവിച്ചത് അത് നീ അനുഭവിക്കുക. സ്വർഗം എന്താണോ പരിശുദ്ധ അമ്മയ്ക്ക് അനുവദിച്ചത് അത് നീയും അനുഭവിക്കുക. അപ്പോൾ ആ പുണ്യവതി കട്ടിലിൽ നിന്ന് ബോധമറ്റ് താഴെ വീണ് മരണകാരണമായ വലിയ ഹൃദയവ്യതയിലൂടെ കടന്നുപോയി. അധികം നാൾ പിന്നെ ജീവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയത്തിൻ്റെ വേദന, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ വേദന നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളിങ്ങനെ പെരുമാറുന്നത്. അത്ര കഠിനമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയ്ക്ക് നൽകുന്ന വേദന. സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ പറ്റൂ. സത്യത്തിൽ നമ്മൾക്ക് മുറിവുകൾ നൽകിയവരെല്ലാവരും നമ്മൾ സ്നേഹിച്ചവരല്ലേ? ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓർക്കണം, കാണണം. അവൻ നമ്മളെ സ്നേഹിച്ചതുപോലെ ലോക ചരിത്രത്തിൽ ആരും നമ്മളെ സ്നേഹിച്ചിട്ടില്ലെന്ന് നമ്മൾ ഓർക്കണം. എൻ്റെ തമ്പുരാനെ, കുരിശിലിങ്ങനെ കരം നീട്ടി വലിയ കാര്യരും വാണികൾ നിന്റെ കരതലത്തിലും കാലിലും ഇങ്ങനെ അടിച്ചിറക്കുമ്പോൾ എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ ആ വേദനകൾ ഏറ്റതെല്ലാം ഞാൻ ഓർക്കുന്നു. എങ്കിലും വീണ്ടും 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 എൻ്റെ പാപത്താൽ നിന്നെ വേദനിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി. പ്രിയപ്പെട്ടവരെ,
നമ്മൾ പാപത്തിലേക്ക് ഒരു കാലെടുത്ത് വയ്ക്കുമ്പോൾ ഓർക്കണം, എൻ്റെ തമ്പുരാനെ ഞാൻ ഇപ്പോൾ അണിയിക്കാനുള്ള മുൾമുടിയുടെ തയ്യാറെടുപ്പിലാണ്. എൻ്റെ തമ്പുരാൻ്റെ കരതലത്തിൽ അടിച്ചിറക്കാനുള്ള ആണിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനിയും ഞാൻ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമോ എന്ന് ആലോചിക്കണം. പാപത്തെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ വെറുത്തുപേക്ഷിക്കണം. ഒരു കൃപയ്ക്ക് വേണ്ടി യാചിച്ചേ, കരങ്ങൾ ഹൃദയത്തിലേക്ക് വെച്ച് പ്രാർത്ഥിച്ചേ, വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചേ. നരകസർപ്പത്തിന്റെ തലയെ തകർക്കുന്ന അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ, സ്വർഗത്തിൽ നിന്ന് വലിയൊരു സഹായം അങ്ങയുടെ പ്രിയപുത്രന് ഇനി ഒരിക്കലും കുരിശിൽ തറയ്ക്കുവാൻ എൻ്റെ പാപം കാരണമാകാതിരിക്കേണ്ടതിനായി അമ്മേ മാതാവേ, സ്വർഗത്തിൽ നിന്ന് വലിയൊരു സഹായം, ഇതിൽ വലിയൊരു ജാഗ്രത പുലർത്തുന്നതിനായി എനിക്ക് നൽകണമേ. നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. സഹായം നമുക്ക് യാചിക്കാം. ഹൃദയം തുറന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. സഹായക, ആത്മാവേ, എന്നെ വഴി നടത്തുന്നവനെ, അഗ്നിയായി നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. ദൈവത്തെ ദ്രോഹിക്കുന്നതിൽ തന്നെ പിന്തിരിപ്പിക്കണമേ. എന്റെ ഹൃദയത്തിന് വെളിവ് നൽകണമേ. അങ്ങയുടെ സഹായം കൂടാതെ, ഓ പരിശുദ്ധാത്മാവ്, നിന്റെ സഹായം കൂടാതെ ദൈവമേ, പാപമല്ലാതെ ഒന്നും എന്റെ മേലില്ല. ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ, അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. നിന്റെ സഹായമില്ല എങ്കിൽ രോഗത്തിൻ ശക്തിമേൽ ദൈവമേ, നിന്നഗ്നിയയക്കൂ. പാപമല്ലാതെ യാതൊന്നും എന്നിൽ അവശേഷിക്കില്ല. പാപത്തിൻ ശക്തിമേൽ പരിശുദ്ധാത്മാവേ, വ്യാപരിക്കട്ടെ ഹൃദയങ്ങളിലേക്ക്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ചിറകടിച്ചിറങ്ങി വരുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ല എങ്കിൽ പാപമല്ലാതെ നമ്മളിൽ യാതൊന്നുമില്ല. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ആകാശങ്ങൾ വഴി അയക്കണമേ. എൻ്റെ അറപ്പുളവാക്കുന്ന പാപത്തിന്റെ ഹൃദയത്തെ കഴുകി വെടുപ്പാക്കണമേ. എൻ്റെ വഴിതെറ്റിപ്പോയ ചിന്തകളെ നേരെയാക്കണമേ. എൻ്റെ പാപത്താൽ മുറിവേറ്റിരിക്കുന്ന ഹൃദയത്തിന് സൗഖ്യം നൽകണമേ. എൻ്റെ കടുപ്പമുള്ള ജീവിതത്തിന്റെ ചിന്തകളെയും പ്രതികാര ചിന്തകളെയും മയപ്പെടുത്തണമേ. ഓ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. വ്യാപരിക്കട്ടെ. പാപത്തിൽ നിന്ന് പിന്തിരിയാനുള്ള വലിയ കൃപ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ. ആത്മാവാം ദൈവമേ, അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ, പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നിയയക്കൂ. ആത്മാവൻ ദൈവമേ, ദൈവമേ, അഗ്നിയയക്കൂ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, വ്യാപരിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചിറകടിച്ച് എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങണമേ. ദൈവകരുണയായി, സഹായമായി, വെളിവായി പരിശുദ്ധാത്മാവേ, നീ കടന്നു വരണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, നീ ചങ്കുപൊട്ടി വിളിച്ച് പ്രാർത്ഥിച്ചേ. ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ, ഏറ്റെടുക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, നിറയണമേ, ശുദ്ധീകരിക്കണമേ.
പ്രിയപ്പെട്ടവരെ, അതിരുകവിഞ്ഞ ആത്മവിശ്വാസം തുടക്കത്തിൽ തന്നെ പാപം വർജിക്കുന്നതിൽ നമ്മളെ തടയും. ഒരു കുമ്പസാരം കഴിയുമ്പോഴും അനാവശ്യമായിട്ട് ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് സ്വന്തം ബലത്തിൽ തീരുമാനം എടുക്കരുത്. വെറുപ്പിൽ നിന്നാണെങ്കിലും വിദ്വേഷത്തിൽ നിന്നാണെങ്കിലും സ്നേഹക്കുറവിൽ നിന്നാണെങ്കിലും പുറത്തു കടക്കണമെങ്കിൽ ഞാൻ പരിശ്രമിക്കാമെന്ന് തീരുമാനിക്കരുത്. നമ്മൾ എത്ര പരിശ്രമിച്ചു, നമ്മൾ എത്ര വീണു. ദൈവത്തിൽ പരിപൂർണമായി നമ്മൾ ആശ്രയിക്കുന്ന തരത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളാണ്. അത് മറക്കരുത്. നമുക്ക് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം. പൊന്നുതമ്പുരാനെ, ഞങ്ങൾക്ക് സഹായകനെ ആവശ്യമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് അങ്ങ് പറഞ്ഞ വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ അത് പൂർത്തിയാകട്ടെ, സംഭവിക്കട്ടെ. ഞങ്ങളുടെ അനാഥത്വം, ഞങ്ങൾക്ക് സഹായമില്ലാത്തൊരവസ്ഥ, ഞങ്ങൾ വീണുപോകുന്ന അവസ്ഥ, ഞങ്ങളെ താങ്ങാൻ ആരുമില്ലാത്ത അവസ്ഥ, ദൈവമേ, നീ സത്യമായും ചെയ്ത വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായത്താൽ പാപത്തെ തുടക്കത്തിൽ തന്നെ, അതിൻ്റെ ആരംഭത്തിൽ തന്നെ, ഒരു സർപ്പം എന്നെ കൊത്താൻ വരുമ്പോൾ ഞാൻ എങ്ങനെയാണോ പിന്തിരിഞ്ഞോടേണ്ടത് അതുപോലെ ഓടി രക്ഷപ്പെടുവാനുള്ള ഒരു വിവേകം കർത്താവേ അങ്ങയുടെ മാറിടത്തിലേക്ക് ഓടി വരുവാൻ, പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് നീ കുഞ്ഞായിരുന്നപ്പോൾ ഓടി അണഞ്ഞില്ലേ, നിത്യസഹായ മാതാവിൻ്റെ കരങ്ങളിലേക്ക്, അതുപോലെ ഉണ്ണീശോയെ താങ്ങിയ അമ്മയുടെ കരത്തിലേക്ക് ഓടി അണയുവാൻ, അതുവഴി ദൈവകരത്തിൽ ഞങ്ങൾ സംരക്ഷിതരാകുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ തുണയ്ക്കണമേ. വലിയ സഹായം തരണമേ. സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യം തരണമേ. സ്വർഗീയ ദൂതന്മാരെ അയക്കണമേ. കാവൽ ദൂതന്മാരെ അയക്കണമേ. ഞങ്ങളുടെ കാവൽ ദൂതന്മാരോട് കൽപ്പിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോട് കൽപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് വലിയ സംരക്ഷണം തന്ന് എപ്പോഴും ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. നമുക്ക് എളിമയോടുകൂടെ കർത്താവേ, ഞങ്ങൾക്ക് നിൻ്റെ സഹായം ആവശ്യമാണ്. ഞങ്ങൾ എവിടെ പോകും? പത്രോസ് ചോദിച്ചതുപോലെ നിത്യജീവൻ നിൻ്റെ അരികിലാണല്ലോ, ആ വാക്കുകളും നിൻ്റെ അടുത്താണല്ലോ. ഞങ്ങൾ ഈ ലോകത്തിൽ വേറെ എങ്ങോട്ട് പോകും? അതുകൊണ്ടാണ് കർത്താവേ ഞങ്ങൾ ഈ സമർപ്പണത്തിനായി ഒരുങ്ങുന്നത്. അമ്മയുടെ വിമല ഹൃദയം വഴി നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നത്. ഞങ്ങളുടെ സമർപ്പണത്തെ സ്വീകരിച്ച് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.